അപ്പോൾ എന്താണ് മെമ്മറി ഫോം, എന്താണ് ലാറ്റക്സ്? ഇത് രണ്ടും ഉണ്ട്. മാർക്കറ്റിൽ രണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ആൾക്കാർക്ക് ആർക്കും അറിയില്ല എന്താണ് ലാറ്റക്സ്, എന്താണ് മെമ്മറി എന്താണെന്ന്. ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ, നമ്മുടെ റബ്ബർ പാലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ട്രീറ്റിങ്, അതിൻ്റെ പ്രോസസ്സിൽ കൂടെയാണ് ലാറ്റക്സ് വരുന്നത്. അത് നാച്ചുറലാണ്. മെമ്മറിയാണ് എൻ്റെ ആർട്ടിഫിഷ്യൽ. ആൾക്കാർക്ക് അഫോർഡബിലിറ്റി കൂടുതലാൻ വേണ്ടിയിട്ടാണ് മെമ്മറി ഇറക്കിയേക്കുന്നത്. അപ്പോൾ മെമ്മറി നമുക്ക് പ്രൈസ് കുറവായിരിക്കും, ലാറ്റക്സ് കുറച്ചും കൂടെ പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്, മെമ്മറി ഫോം ഉണ്ടോ, ലാറ്റക്സ് ഫോം ഉണ്ടോ. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കണം എന്താണ് ലാറ്റക്സ്, എന്താണ് മെമ്മറി എന്ന്. എന്നാലാണ് നിങ്ങൾക്ക് നാളെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. കുറേ വീഡിയോകൾ കാണും ആൾക്കാർ, പക്ഷെ അതിൻ്റെ അകത്തൊന്നും ആൾക്കാർ എന്താണ് ലാറ്റക്സ്, എന്താണ് മെമ്മറി എന്ന് പറയുന്നില്ല. അപ്പോൾ മനസ്സിലാക്കുക എന്താണ് ലാറ്റക്സ് നാച്ചുറലുമാണ്, മെമ്മറി ആർട്ടിഫിഷ്യലുമാണ്. ഇത് മെമ്മറിയാണ്, ലാറ്റക്സ് അല്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഫോമാണ്, ഇത് 1 ഇഞ്ച് തിക്നെസ് ഉള്ള ഫോമാണ്. ഇത് നോക്കിയോ കേട്ടോ, നമ്മൾ ഈ സാധനം ഇങ്ങനെ നെക്കി, ഇത് പതിയെ ഇങ്ങനെ വീണ്ടും നോർമൽ ആൻഡ് ബാക്ക് ടു ഒരു സൈസിലേക്ക് വരും. അത് മാത്രമല്ല, കിടക്കുമ്പോൾ നമ്മളിങ്ങനെ പതിഞ്ഞു പോകുന്നൊരു ഫീല് കിട്ടും. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെയൊക്കെ ക്ലോത്ത് വരുന്നത്. ഇത് കോട്ടൺ ആയിരിക്കും, കുറച്ചും കൂടെ പ്രീമിയം ആയിരിക്കും. ഇതിൻ്റെ അടിയിൽ ഫോമും ഉണ്ടാവും. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് വരിക. നോർമലി 1 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ നമ്മൾ മെമ്മറി കസ്റ്റമറിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിൽ നമ്മളത് ലാറ്റക്സ് ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ലാറ്റക്സ് ആകുമ്പോൾ കുറച്ച് പ്രൈസ് ഹെവി ആവും. രണ്ടും നല്ലതാണ്. ഇപ്പം ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ